ഞാനിതെല്ലാം അംഗീകരിക്കാം. ഞാൻ ചോദിക്കുന്നു, ഈ സംഗതി നടപ്പാക്കി കഴിഞ്ഞാൽ ഏകപക്ഷീയമായി സംസ്ഥാനത്തിന് അതിൽ നിന്ന് നിയമപരമായി പിന്മാറാൻ കഴിയില്ല എന്ന ബോധ്യം എന്തായാലും പിണറായി വിജയൻ സർക്കാരിനോട്, അത്രയും വിവരമില്ലാത്ത ആളുകളല്ല പിണറായി സർക്കാരിന്റെ ഭരണത്തിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിലും ഉണ്ടായിരുന്നതെന്നുള്ള വിചാരം എനിക്കില്ല. ഞാൻ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞ സർക്കാരിനെ കാണുന്നുമില്ല. അപ്പൊ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ശ്രീ KS അരുൺകുമാർ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടുകൊടുത്തതാണ്. ചുരുങ്ങിയ പക്ഷം PM ശ്രീയെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഒപ്പിട്ടുകൊടുത്തതാണ്. അതൊരു വഴങ്ങലായിരുന്നു. അങ്ങനെ നിങ്ങൾ ആ കാൽ അങ്ങോട്ട് എടുത്തു വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ സർക്കാരിന് ആ കാൽ പിന്നോട്ട് എടുത്തു വെക്കേണ്ട ഗതികേടുണ്ടാകുമായിരുന്നില്ലല്ലോ ശ്രീ അരുൺകുമാർ. ചുരുങ്ങിയ പക്ഷം ആ ഒരു ഉത്തരവാദിത്തമെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കണ്ടേ അരുൺകുമാർ? ഇന്ദിര കട്ടാണ്, പവർ കട്ടാണ്, എന്റെ കോള് കട്ടായിട്ടുണ്ട്, സാങ്കേതിക പ്രശ്നം. പവർ കട്ടായതുകൊണ്ട് മൊബൈൽ ഫോൺ എങ്ങനെയാണ് കട്ടാകുന്നത് എനിക്ക് മനസ്സിലായില്ല. മൊബൈൽ ഫോൺ കട്ടായതാണോ? എന്താണ് സംഭവിച്ചത്? അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. നിങ്ങടെ വരുവോ? പാവം.